ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു തീയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കി നമുക്ക് നോക്കാം. ഉള്ളിയൊന്നും അധികം വഴട്ടാണ്ടൊക്കെ ഉണ്ടാക്കിയൊരു തീയലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 4-5 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ച് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഞാനതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1.5 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ ചട്ടിയിലെ ചൂടിൽ തന്നെ പൊടി ഒന്ന് മൂത്ത് കിട്ടുന്നതാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഞാൻ തീയലിലേക്ക് ചേർക്കാനായിട്ട് കഷ്ണങ്ങൾ ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പടവലങ്ങ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിത് ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഈ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേകാനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരല്പം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. നമ്മൾ ഇത് ഉള്ളിയൊന്നും വഴട്ടാതെയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് ഞാൻ തേങ്ങ തണുത്തതിന് ശേഷം ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതാ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഉള്ളിയും പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കണം. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നത്, അല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗരം മസാല വേണമെങ്കിൽ ചേർക്കാൻ, ഞാൻ ഇതിലേക്കിപ്പം ഗരം മസാലപ്പൊടി ചേർക്കുന്നില്ല. ചേർത്ത് കൊടുത്താൽ ഒരു നല്ല വേറൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തില്ല. ഇനി ഇത് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞതിന് ശേഷം ഞാനത് ആ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. ചട്ടിയിലിരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് കുറുകി വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചെറിയുള്ളിയുടെയൊക്കെ ആ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും നന്ദി, സ്നേഹം അറിയിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.